Hello friends, നമ്മൾ TV ആണ് സർവീസ് ചെയ്യാൻ പോകുന്നത്. 43 ഇഞ്ച് Panasonic TV ആണ്. ഓഡിയോ ഉണ്ട്, വീഡിയോ ഇല്ല. അതാണ് ഇതിന്റെ കംപ്ലൈന്റ് വരുന്നത്. അപ്പോൾ ബാക്ക് ലൈറ്റ് ആണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെക്ക് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ടിവിന്റെ ബാക്കിൽ ഫുൾ സ്ക്രൂ വരുന്നുണ്ട്, റൗണ്ട് ആയിട്ട് ചുറ്റും വരുന്നുണ്ട്. അത് നമുക്ക് ഊരി മാറ്റാം. ഉള്ളിലൊരു മെയിൻ പവർ സപ്ലൈ ബോർഡ് കാണാം. പിന്നെ ഡിസ്പ്ലേയിലേക്കുള്ള കൺട്രോൾ ബോർഡ് ഉണ്ട്. പിന്നെ മദർ ബോർഡ് മെയിൻ ആയിട്ടുള്ള ബോർഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ അഴിക്കണമെങ്കിൽ ഡിസ്പ്ലേൻ്റെ സൈഡിൽ കൂടെ കുറച്ച് സ്ക്രൂ വരുന്നുണ്ട്. നമുക്ക് ചുറ്റുമുണ്ട് സ്ക്രൂ. അപ്പോൾ അത് നമുക്ക് ഊരി മാറ്റണം ആദ്യം. അപ്പോൾ ഡിസ്പ്ലേ ലോക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ടിലെ ബീഡിങ് നമുക്ക് ഊരി മാറ്റാം. ഊരി മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഡിസ്പ്ലേ പൊട്ടാൻ പാടില്ല. വളരെ കട്ടി കുറഞ്ഞ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റിക്കറുകൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇതേപോലെ. പിന്നെ ചെറിയൊരു ലോക്ക് ഉണ്ടാവും. അതൊക്കെ വളരെ സ്മൂത്തായിട്ട് നമ്മളത് ഊരിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്റ്റിക്കർ വരുന്നത് ഒന്ന് എർത്ത് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഡിസ്പ്ലേയിലേക്കുള്ള കൺട്രോൾ ബോർഡ് ഇളകി പോകാതിരിക്കാനും വേണ്ടി ഉറപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയാണ് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ ലോക്ക് ഉണ്ടാവും, അതുമെല്ലാം നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ പാനലിലേക്കുള്ള എല്ലാ കണക്ഷനും വിടിയിച്ച് നമ്മൾ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. പാനലിനെ ശരിക്കും പറഞ്ഞത് തിരിച്ച് വെച്ചിട്ട് നമുക്ക് എയർ കപ്പ് ഉപയോഗിച്ചിട്ട് വേണം നമുക്കിത് പൊക്കിയെടുക്കാൻ ഗ്ലാസ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ എയർ കപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സോഫ സെറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ TV കിടത്തി വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം മെല്ലെ പൊക്കി നമുക്ക് അത് ഡിസ്പ്ലേ മാത്രം അവിടെ വെച്ച് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് മേലോട്ട് പൊക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താണ് കാണുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി വരുന്നത് നമുക്കിതിൻ്റെ ബാക്കിലെ ലൈറ്റും അതിൻ്റെ ലൈറ്റ് കൺട്രോളിങ് സ്ക്രീനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഊരി മാറ്റാം. ചെറിയ ലോക്കിലായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. നമുക്കത് മെല്ലെ ഊരി മാറ്റാം. ഊരി മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഡിസ്പ്ലേ പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വരുന്നതുകൊണ്ട് ഡിസ്പ്ലേ പോലെ പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വേണം ഇതെടുക്കാൻ. ചെറുതായിട്ട് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒട്ടിച്ചതൊക്കെ മെല്ലെ സ്മൂത്തായിട്ട് വിടിച്ചിട്ട് വേണം ഇതെടുക്കാൻ. ചെറിയ ഗമ്മിങ് ഒക്കെ ഉണ്ടാവും. പിന്നെ ലെയറുകൾ എടുക്കുമ്പോൾ 2 ഷീറ്റ് 3 ഷീറ്റ് വരെയാണ് സാധാരണ വരിക റിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് എടുത്ത പോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസ്പ്ലേയിലേക്കുള്ള ലൈറ്റിന് വേണ്ടിയിട്ടുള്ള റിഫ്ലക്ടറാണ് ഈ കാണുന്നത്. ബാക്ക് ലൈറ്റാണ് കാണുന്നത്. ലെൻസ് വെച്ചിട്ട് സൈഡിലേക്കാണ് സ്പ്രെഡ് ചെയ്യുന്ന ലൈറ്റ് മുഴുവനും. സെൻറ്ററിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കൂടെ നേരെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ. സൈഡിലേക്കാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ പോവുക. ഈ ഡിസ്പ്ലേ ഒക്കെ വരുമ്പോൾ ചെളിയാവാണ്ട് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ നമ്മൾ പിന്നീട് ഓൺ ആക്കുമ്പോൾ പാടുകൾ വരും. അങ്ങനെ വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വെച്ച് വേണം അത് ചെയ്യാൻ. നമുക്കിനി ഓരോ ബാക്ക് ലൈറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ബാക്ക് ലൈറ്റ് കമ്പൈൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. സാധാരണ ചെറിയ TVകളിലാണെങ്കിൽ ബാക്ക് ലൈറ്റ് വരുന്നത് സീരിയലായിട്ടായിരിക്കും. അല്ലാതെ സാംസങ് പോലെ ചില TVകളിൽ പകുതി പാരലൽ പകുതി അങ്ങനെ 2 പാരലൽ കണക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പകുതി ലൈറ്റായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. മിക്കവാറും TVകളിൽ എല്ലാ ലൈറ്റും സീരിയൽ തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ബൾബ് പോയാലും നമുക്ക് ബാക്ക് ലൈറ്റ് കിട്ടില്ല. ബാക്ക് ലൈറ്റ് മൊത്തം വീക്കാണെങ്കിൽ മൊത്തം മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബ്രാൻഡഡ് TVകളിലാകുമ്പോൾ 90% ബാക്കിയുള്ള ലൈറ്റുകൾ നല്ലതായിരിക്കും. ബൈ ചാൻസ് ഒക്കെ ആയിരിക്കും 1-2 ബൾബൊക്കെ പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 ബൾബ് പോയതായിട്ടാണ് നമ്മൾ കണ്ടത്. മൾട്ടിമീറ്ററിൽ അനലോഗിലാണ് ഇൻറ്റു 1 നമുക്ക് ഓരോ ബൾബും ചെക്ക് ചെയ്യാം.
3 വോൾട്ടിൻ്റെ ബൾബും 6 വോൾട്ടിൻ്റെ ബൾബുമാണ് ബാക്ക് ലൈറ്റിൽ വരാറ്. കൂടുതലും 3 വോൾട്ട് ബൾബായിരിക്കും വരാറ്. ബാക്ക് ലൈറ്റ് ടെസ്റ്ററുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് ബാക്ക് ലൈറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. മൾട്ടിമീറ്ററിലാകുമ്പോൾ നമുക്ക് LED ആ ഒരു ലോഡും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ LED മൊത്തം വീക്കായിട്ടുണ്ടോ അതോ കുറച്ച് LED മാത്രമാണോ വീക്കായിട്ടുള്ളത് എന്നുള്ളത്. ബാക്ക് ലൈറ്റ് ടെസ്റ്റിലാകുമ്പോൾ നമുക്ക് ഒരു സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ഉണ്ടോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലെടുക്കുന്ന ലോഡൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഇപ്പോൾ 2 LED ആണ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് നമുക്ക് ഇളക്കി മാറ്റിയ ശേഷം നമുക്ക് ബൾബ് ഇളക്കി മാറ്റാം. ചെറിയ SMD LED ആണ് ഇതിൽ വരിക. ബ്ലോവർ പോലെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബ്ലോവറില്ലാത്തതുകൊണ്ട് സോൾഡറിങ് ആണ് കൊണ്ട് തന്നെയാണ് ഊരിയെടുക്കുന്നത്. ലൈറ്റ് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കവിടെ ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ആ പോയ LED മാത്രം മാറ്റി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ടെസ്റ്റിങ്ങിൽ ഇട്ട് നോക്കിയാൽ അറിയാം നമുക്ക് ബാക്കിയുള്ള LED എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 2 LED നമുക്കിവിടെ പോയതായിട്ട് കാണുന്നുണ്ട്. ഞാനിവിടെ LED ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. SMD ടൈപ്പ് ബാക്ക് ലൈറ്റും വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ മാറ്റിയിട്ടാലും മതി. ഏതായാലും നമ്മൾ ബാക്ക് ലൈറ്റ് 2 മാറ്റി സെറ്റ് ചെയ്യാം നമുക്ക്. ബാക്ക് ലൈറ്റ് മാറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അത് കണക്ട് ചെയ്യാം. കണ്ടില്ല, എല്ലാ സീരിയൽ കണക്ഷനാണ് വരുന്നത്. നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഓക്കെയാണ്, എല്ലാ LED കത്തുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് ലൈറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ബാക്ക് ലൈറ്റിൻ്റെ റിഫ്ലക്ടറാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. അത് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. അതിലേക്ക് ചെറിയ ലോക്ക് വരുന്നുണ്ട് LED ലെൻസിൻ്റെ അവിടെ. അത് കറക്റ്റ് ഉള്ളിലേക്ക് ലോക്കായിരിക്കണം, അല്ലെങ്കിൽ നിഴൽ വരും. കറക്റ്റ് ലോക്ക് ചെയ്ത് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ. കറക്റ്റ് ഹോൾ നോക്കി നമ്മളത് ഇറക്കി വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ലൈറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള ഷീറ്റ് നമുക്ക് ഇനി അടുത്ത് ഫിറ്റ് ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ TV യിൽ 3 ടൈപ്പ് സ്പ്രെഡിങ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷീറ്റ് നമ്മൾ വെച്ചു. രണ്ടാമത്തെ സ്പ്രെഡിങ് വരുന്നത്. അതിൻ്റെ മുകളിൽ ഇനിയൊരു ഷീറ്റ് കൂടി വരുന്നുണ്ട്. അങ്ങനെ 3 ലെയർ വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് ലൈറ്റ് ഓക്കെയാണ്. നമുക്കിനി ഡിസ്പ്ലേ പിടിപ്പിക്കാനുള്ള ഫ്രെയിമും കൂടി കണക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്പ്ലേ അങ്ങനെ ഇരിക്കുകയാണ്. നമുക്കതിൻ്റെ മേലിലേക്ക് കറക്റ്റ് ലെവലിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം നമ്മുടെ സ്ക്രീന്. നമുക്കത് കൈ കൊണ്ടെടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്പ്ലേ സ്ക്രാച്ചായി പോകും. അത് എയർ കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എയർ കപ്പ് ഇട്ടിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതായിരുന്നു. അപ്പോൾ എയർ കപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇതേപോലെ കമത്തി വെച്ചതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം.
കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് അതിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് നമുക്ക് മെല്ലെ തിരിച്ച് ഇങ്ങോട്ട് വെച്ച് നമുക്ക് ടേബിളിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേൻ്റെ സൈഡ് ഫ്രെയിമും കൂടി നമുക്ക് ഇട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാം. പിന്നീട് സൈഡിൽ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ സൈഡ് ബീഡിങ് ഇടുന്നതിന് മുമ്പ് ഒരു മെറ്റലിൻ്റെ ഒരു ചെറിയൊരു ബീഡിങ് കൂടി വരുന്നുണ്ട്. ചെറിയ ലോക്ക് ഉണ്ട്. നമുക്ക് കറക്റ്റ് ആ ലോക്കിൽ നോക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. കറക്റ്റ് ലോക്ക് ചെയ്ത ശേഷം നമുക്ക് സൈഡ് ബീഡിങ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സർവീസിന് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സൈഡിലെ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കണക്ഷനും നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എർത്തും കാര്യങ്ങളൊക്കെ വിട്ടിച്ചതൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് TV ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ TV ഓൺ ആയി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ TV കറക്റ്റാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്ക് കവറിട്ട് നമുക്കത് അടച്ച് സെറ്റ് ചെയ്യാം. പഴയ പോലെ തന്നെ നമുക്ക് എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സർവീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.